സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ അടുക്കലേക്ക് പോകണ്ടെന്നാണോ? അല്ല. വലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏതൊക്കെ പ്രയാസങ്ങളിലേക്ക് എത്തിക്കുന്ന, വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഏതൊക്കെ വസീലകളുണ്ടോ, ഏതൊക്കെ മാർഗങ്ങളുണ്ടോ, അതിലേക്ക് തന്നെ നീ അടുക്കാൻ പാടില്ല എന്നാണ്. ആ നദീതിൽ പെട്ടതാണ് മുഅ്മിനീങ്ങളെ നോട്ടം എന്ന് പറയുന്നത്. അന്യപെണ്ണിലേക്കുള്ള നോട്ടം നദി വ്യഭിചാരത്തിലേക്കുള്ള അടുക്കലാണ്. അന്യപെണ്ണിന്റെ സൗണ്ട് കേട്ട് രസിക്കല് വ്യഭിചാരത്തിലേക്കുള്ളതാണ്. അതുപോലെ ഏതൊക്കെ പെണ്ണുമായി അന്യപെണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടോ അത് എല്ലാം മുഅ്മിനെ വ്യഭിചാരത്തിലേക്കുള്ള അടുക്കലാണ്. വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല അല്ലേ. ടൂർ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവോ? നല്ലതാണ്. നിങ്ങൾ ടൂർ പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. നിങ്ങൾ യാത്ര പോകണം. യാത്രയിലൂടെ പഠിക്കേണ്ട പാഠങ്ങളൊക്കെ അറിയണം, മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇസ്ലാമിക നിർദ്ദേശം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രചോദനം നൽകിയിട്ട് നല്ല സംസാരം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നല്ല, ഇമാമിങ്ങളാകുന്ന ഇമാമിങ്ങളും മുഴുവനും കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടാണ് അവർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പഠിച്ചെടുത്തത്. എന്നല്ല, അവരുടെ പ്രബോധന മേഖലകളും പഠന മേഖലകളും വ്യത്യസ്തമായ എത്രയോ ഇമാമികൾ, എണ്ണിയാലൊടുങ്ങാത്ത ഇമാമികളുടെ പേരുകൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും. ലോകം കണ്ട എത്രയോ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറയാൻ കഴിയും. യാത്ര ഉണ്ടാന്നല്ലേ ഞാൻ പറയുന്നത്. യാത്രകളാവാം, പക്ഷേ യാത്രകളൊന്നും അള്ളാഹു പൊരുത്തപ്പെടാത്തതാകരുത് ഉമ്മമാരെ. അല്ല പൊരുത്തപ്പെടാത്തതാകരുത്. ഫാമിലി മീറ്റുകളാകാം. കുടുംബ ബന്ധം ചേർക്കുന്നത് ആയുസ്സിനെ അധികരിപ്പിക്കാൻ കാരണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ തന്നെയും അതേ കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കുടുംബ ബന്ധം ചേർക്കൽ ഹറാമിന്റെ വഴിയിലൂടെ ആകരുത്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കുടുംബ അതേ സംഗമെന്നാണ് പേര്. എന്താ കുടുംബ സംഗമത്തിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ആയുസ് കൂടലാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, സ്വർഗത്തിൽ കൂലിയിട്ടലാണ്, ആഖിറം വിജയിച്ചിട്ടലാണ്, നല്ല നിയത്തോടെ തുടങ്ങിയതാണ്. തീരുന്നതോ ഡാൻസോട് കൂടെയാണെങ്കിൽ പിന്നെ ചെയ്തതൊക്കെ കുളമായി പോയി, ചെയ്തതൊക്കെ അതോടുകൂടെ ബാത്തിലായി പോയി. ഞാൻ ഈ അടുത്ത് മംഗലാപുരത്ത് വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് അല്ലേ. വിവാഹം എന്ന് പറയുന്നത് അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇപ്പൊ വിവാഹമൊക്കെ ഇംഗ്ലീഷുകാരന്റെ വിവാഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷുകാരന്റെ ചര്യകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന കല്യാണങ്ങൾ മാറുകയാണ്. നബി തങ്ങളെ സുന്നത്തിന് പ്രാധാന്യം കൽപ്പിക്കാനാ വിവാഹം എന്ന് പറയുന്നു. വിവാഹത്തിന്റെ കത്തിന്റെ മേലെ ബിസ്മി വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ട്. കത്ത് എവിടെയൊക്കെയാ കൊണ്ടുപോയി എറിയാന്ന് പറയാൻ അറിയില്ല. ഭയങ്കര ബഹുമാനാണ്. കത്ത് പറയുമ്പോ സംസാരം തുടങ്ങുമ്പോ തന്നെ ഇയാളോട് കല്യാണം പറയുമ്പോ തന്നെ അയാളോട് ബിസ്മി ഓതിയിട്ട് എന്നെ വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കല്യാണ കത്തിന്റെ മേലെ ചക്ക വലുപ്പത്തിൽ ബിസ്മി എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മമാരെ ഉപ്പമാരെ ശ്രദ്ധിക്കണേ. അള്ളാഹിന്റെ കലാമായ ഖുർആനിൽ ആദ്യത്തെ ആയത്താണ്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ബഹുമാനം എടുത്ത് പറയുന്ന ആയത്താണ്. എന്റെ കല്യാണത്തിന്റെ ബഹുമതി പറയാൻ വേണ്ടി ബിസ്മി എഴുതിയിട്ട് കത്ത് കൊടുത്തിട്ട് അത് നിലത്തിട്ട് പോയാൽ, അദബ് കാണിച്ചു പോയാൽ അപകടമാണ് കേട്ടോ. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കൈമാറുന്ന കത്തുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സോഫ്റ്റ് കോപ്പിയാക്കി പുറത്തേക്ക് ഇറക്കുമ്പോ ബിസ്മി എഴുതിയാൽ അത് അപകടമാകാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ചിലപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. നിങ്ങൾ ചിലപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നവരാകാം, അതുപോലെ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത മക്കളായിരിക്കാം കത്ത് കയ്യിലേക്ക് വാങ്ങുന്നത്. നമ്മുടെ കാരണം കൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പേരുകളും ഖുർആനിൽ ആദ്യത്തെ ആയത്തും നിലത്ത് കിടക്കുന്നൊരു സ്വഭാവം ഉണ്ടാകാൻ ഓ ഉപ്പമാരെ നമ്മളെ ശൈലി ഉണ്ടായിക്കൂടാ. ചില ആളുകളെ ജീവിതം നോക്കിയാൽ ഒരു നിലക്കും അവരുടെ
ഇവിടെ ഇസ്ലാം കാണാനുണ്ടാകൂല. കാറിന്റെ പുറത്ത് വല്ലാതെ അല്ലാഹ് എന്ന് പേര് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. ജീവിതത്തിലോ ജമാഅത്തിന് ഇന്ന് വരെ പള്ളി കണ്ടിട്ടുണ്ടാകൂല. ജുമുഅക്ക് തന്നെ പരതിയാലല്ലാതെ അയാളെ പള്ളിയിൽ കിട്ടൂല. കാരണം അവസാനം വന്നിട്ട് ആദ്യം പോകലാണ്. കാറിന്റെ മേലെ നോക്കിയാലോ ഭയങ്കര വലിയ ബിസ്മിയാണ്. കാക്കക്ക് തൂറാൻ വേണ്ടി എഴുതി വെച്ച് കൊടുക്കുന്ന ബിസ്മിയാകരുത്. കാക്കക്ക് പോയി കാഷ്ടിക്കാനുള്ള ഇടങ്ങളായി സുബ്ഹാനല്ലാഹ് മാറരുത്. അൽഹംദുലില്ലാ മാറരുത്. ബഹുമാനത്തോടെ ആദരവോടെ സൂക്ഷിക്കാൻ കഴിയുന്നിടങ്ങളിലല്ലാതെ ഓപ്പമാരേ അത്തരം വാക്കുകൾ പ്രയോഗിച്ചുകൂടാ, എഴുതി വെച്ചുകൂടാ. വലിയ ബഹുമാനത്തോടെ കാണണം. ജീവിതത്തില് കാറിന്റെ മേലെ ബിസ്മി എഴുതുക എന്നുള്ളതല്ല വലിയ ബഹുമാനവും. കാറിന്റെ മേലെ കാക്കകൾക്ക് കാഷ്ടിക്കാൻ, അതുപോലെയുള്ള ജീവികൾക്ക് കാഷ്ടിക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും അത്തരം ലഫ്ളുകൾ എഴുതി വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് ബഹുമാനത്തോടെ നമുക്ക് ഹിഫ്ള് ഉണ്ടാകാൻ, ആദരവുണ്ടാകാൻ, വാഹനത്തിന്റെ ഉള്ളിൽ എഴുന്നേൽക്കും അതവ് കേട് വരാത്ത രൂപത്തിൽ ബഹുമാനത്തോടുകൂടെ കൈകാര്യം ചെയ്ത് വെക്കാൻ കൊണ്ടു നടക്കാൻ കഴിയുമെങ്കിൽ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. സ്ഥാനത്ത് അത്തരം അതേ പക്ഷികൾക്കും പ്രാണികൾക്കും കാഷ്ടിക്കാനുള്ള ഇടങ്ങളായി അത്തരം ബഹുമാനമുള്ള മേഖലകൾ മാറിക്കൂടാ. ഇരിക്കട്ടെ, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈമാനുള്ള വിശ്വാസികളെ, കത്ത് എഴുതി തുടങ്ങിയത് ബിസ്മി കൊണ്ടാണ്. വിവാഹത്തിന്റെ ദിവസം നോക്കിയാലോ സ്റ്റേജിന്റെ മേലെ നല്ല തലപ്പാവ് ധരിച്ച മുസ്ലിയാരുണ്ട്, നിക്കാഹ് ചെയ്യാൻ നല്ല തൊപ്പിയിട്ട തങ്ങന്മാരുണ്ട്, നല്ല ഷാള് ധരിച്ച തങ്ങന്മാരുണ്ട്, നല്ല ബഹുമാനമുള്ള സയ്യിദന്മാരുണ്ട്. കേരളത്തിലും അല്ലാതെയും അറിയപ്പെട്ട ആലിമീങ്ങളൊക്കെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോ കല്യാണത്തിന്റെ നിക്കാഹിന്റെ സദസ് ജോറാൻ. പിന്നെ അതേ സ്റ്റേജിൽ കയറ്റിയിട്ട് പിന്നെ എങ്ങനെ അന്യ പെണ്ണിന്റെ ചിത്രം പിടിക്കല്, പിന്നെ എങ്ങനെ അന്യ പുരുഷൻ വന്നിട്ട് അന്യ പെണ്ണിന്റെ ചിത്രം പിടിക്കല്, പിന്നെ എങ്ങനെ അവിടെ സ്റ്റേജിന്റെ മേലെ കയറിയിട്ട് ഡാൻസ് ഉണ്ടാകല്, അള്ളാഹ് പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകല്. ഓ മോമിനായ മനുഷ്യ, ലക്ഷ്യസ്ഥാനം മറന്നുപോയിക്കൂടാ. നിക്കാഹ് എന്ന് പറഞ്ഞാൽ ദാലിക മിൻ സുന്നത്തി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് എന്റെ സുന്നത്താണ്. ദാലിക മിൻ സുന്നത്തി, അത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. പോരാ, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മറ്റൊരിടത്ത് പറഞ്ഞു, നിങ്ങളെ ദീനിന്റെ മൂന്നിലൊരു ഭാഗം പൂർത്തീകരിക്കാൻ ആ നിക്കാഹ് കാരണമാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരെ, നമ്മളെ വിവാഹം ഇതിനാണോ? അല്ല, ഇംഗ്ലീഷുകാരൻ കാണിച്ചു തന്ന വിവാഹമാണോ? ഇംഗ്ലീഷുകാരന്റെ വിവാഹം നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറയണ്ടില്ലല്ലോ. 3 മക്കളായി, കല്യാണം കഴിഞ്ഞിട്ടില്ല. 4 മക്കളായി, വിവാഹം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, വിവാഹം തന്നെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ വലിയ മക്കളായത്? അത് എന്നോട് ചോദിക്കേണ്ട, നീ അവരോടൊന്ന് ചോദിച്ചു നോക്ക് അല്ലേ. 3 മക്കളായി, 4 മക്കളായി, പിന്നെ എപ്പോഴാ വലിയാരെ ഇവരെ നിക്കാഹ് നടക്കല്? എനിക്കറിയില്ല, കബറിന്റെ ഉള്ളിൽ നിന്നാണോ നടക്കല്, അല്ലെ എവിടുന്നാ നടക്കല്? അവരുടെ സംസ്കാരമാണ്, ഞാനത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിമിന്റെ സംസ്കാരം എന്ന് പറയുന്നത് മക്കളായിട്ട് വിവാഹം കഴിക്കലാണോ, അല്ലെങ്കിൽ മക്കളാകാനുള്ള പണികളൊക്കെ എടുത്തിട്ട് വിവാഹം കഴിക്കലാണോ മുഅ്മിനായ മനുഷ്യന്റെ നിക്കാഹ് എന്ന് പറയുന്നത്? ഓ ചെറുപ്പക്കാരെ, എന്റെ വയല് കേൾക്കുന്ന വിവാഹം കഴിയാത്ത ചെറുപ്പക്കാരികളായ പെങ്ങന്മാരെ, ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്താണ് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ ഒരു വട്ടം പോലും വിവാഹം കഴിയാതെ, മുസ്ലിയുടെ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാഹ്, അതാണ് വിവാഹം എന്ന് പറയുന്നത്. നിക്കാഹ് കഴിയാതെ നീ അവന്റെ കൂടെ വണ്ടിയിൽ കയറുന്ന സ്വഭാവം, അവന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സ്വഭാവം, അവന്റെ കൂടെ കോഫി ഷോപ്പിൽ ഇരുന്ന് കഥ പറയുന്ന സ്വഭാവം ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അപ്പൊ മൊയ്ലിയാരെ കോഫി ഷോപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇസ്ലാം ഒന്ന് പുറത്തായി പോവോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. നിങ്ങൾ ആദ്യത്തെ കാണൽ വേണേ കോഫി ഷോപ്പിൽ ഇരുന്നോളി. ആ ഇരുത്തം നിങ്ങൾ കോഫി ഷോപ്പിലോ അല്ല നിങ്ങളെ വീട്ടിലോ എവിടെയാണോ നിങ്ങളുടെ കുടുംബവുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലം തിരഞ്ഞെടുത്തോളൂ. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അത്തരം മോടിയൊക്കെ വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അന്യ പുരുഷനും അന്യ സ്ത്രീകളും കലരുന്ന സ്വഭാവം ഇസ്ലാം ഒരിക്കലും നമുക്ക് അനുവദിച്ചിട്ടില്ല. പിന്നെ പുതിയാപ്പിളല്ലേ വലിയാരെ, അയാളല്ലേ വിവാഹം കഴിക്കുന്നത്, പിന്നെ ആരാ ഇവളെ കാണേണ്ടത്? അവൻ വിവാഹം കഴിക്കുന്നു എന്നതിന് അവൻ ഒരു വട്ടം അവളെ കാണാൻ അവസരമുണ്ട്. ഒരിക്കലോ ചെറുപ്പക്കാരാ അവളെ കയ്യിൽ മോതിരിട്ട് കൊടുക്കുക എന്നുള്ളൊരു നടപ്പ് ഇസ്ലാമിലില്ല. അവളെ കയ്യിൽ സ്വന്തം കൈ കൊണ്ട് ഭർത്താവാകാൻ പോകുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ മോതിരം ധരിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല. അന്യ പുരുഷനാണ് നിക്കാഹ് കഴിയാതെ അവളെ കൈ തൊടാൻ അനുവാദമില്ല, കാണാനേ അനുവാദമുള്ളൂ, തൊട്ടു നോക്കാൻ അനുവാദമില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് മോതിരിടലിന്റെ പേരിലാകട്ടെ, അതല്ലാത്ത മറ്റെന്തെങ്കിലും പേരിലാകട്ടെ. അപ്പൊ ചില ആളുകൾക്ക് തോന്നും ഇതെന്തൊരു ഇസ്ലാമാണ്, ഇതെന്തൊരു കടുപ്പമാണ്. വലാ തഖറബുസ്സിനാ,
വ്യഭിചാരത്തിന്റെ വഴിയിലേക്ക് നിങ്ങൾ അടുക്കാൻ തന്നെ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നയം. ഇത് മുസ്ലിമീങ്ങളോടുള്ള നയമാണ്. ഇത് കേട്ടിട്ട് വേറെ ആർക്കും കൃമി കടിക്കേണ്ടതില്ല. ഇത് ഇസ്ലാമിൽ ജീവിക്കുന്ന മുസ്ലിമായി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഈമാനുള്ള വിശ്വാസികളോടുള്ള വേളാണ്. നിരീശ്വരവാദിയാണോ മുസ്ലിം പേരാണോ അവനോട് വേറെ പറയാനുണ്ട്. അവനോട് പറയാനുള്ള വേള് വേറെയാണ്. അങ്ങനെയുള്ളവ മുന്നിൽ വരുമ്പോൾ അവനോട് പറയാം. ഇത് ഈമാനുള്ള മോമിനികളോടുള്ള വാക്കാണ്. ഓ എന്റെ വേള് കേൾക്കുന്ന ഉമ്മ, അന്നെ നിക്കാഹ് കഴിയാതെ നിന്റെ പെൺകുട്ടിയെ തൊടാനോ കഴുത്തില് മാല ധരിപ്പിച്ചു കൊടുക്കാനോ അപ്പൊ ചില ഉമ്മമാർക്ക് തോന്നും അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിയാര്. അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മാല ഇങ്ങ് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുസ്ലിയാര്. എന്തായാലും കുറെ മഹർ കൊടുക്കണ്ട്, അതെങ്കിലും കഴുത്ത് കെട്ടിക്കൊടുത്താൽ ഒരു സമാധാനല്ലേ. നിങ്ങൾ അവന്റെ ഉമ്മാനെ കൊണ്ട് തൊടിയിക്കണ്ട, അത് ഞാൻ പറയുന്നില്ല. അവളെ കാണാനും തൊടാനും പറ്റുന്ന സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതേ സ്ഥാനത്ത് നിക്കാഹ് കഴിയാതെ ഭർത്താവാകാൻ പോകുന്നവനാണെന്നതിന്റെ പേരിൽ കഴുത്തില് മാലയിട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കയ്യില് മോതിരം ധരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മുസ്ലിമിന് ഭൂഷണമല്ല. ഈമാനോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഉമ്മമാർക്ക്, ഈമാനോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന പെങ്ങന്മാർക്ക് ഇത് ഇസ്ലാമിന്റെ ആശയമേ അല്ല. അങ്ങനെ ചില മതങ്ങൾ ഉണ്ടാകാം. കഴുത്തില് മാലിട്ട് കൊടുത്താൽ നിക്കാഹാകുന്ന മതങ്ങൾ ഉണ്ടാകാം. ആ ആചാരാണോ മുസ്ലിമെ നീ കോപ്പി അടിക്കേണ്ടത്? ഏതോ മതത്തിൽ ചിലപ്പോ കൈയിന്റെ മേലെ മോതിരിട്ട് കൊടുക്കുന്ന ആചാരം ഉണ്ടാകാം. നീ എന്തിനാ ഇങ്ങനെ ഏതോ മതക്കാരന്റെ ആചാരമുഖേനെ ആദ്യമായി നിന്റെ ഭാര്യനെ കണ്ടുമുട്ടേണ്ട ആവശ്യം? ആദ്യമായി മറ്റുള്ളവന്റെ രൂപത്തിലും മറ്റുള്ളവന്റെ മതത്തിലുള്ള നിക്കാഹിന്റെ ആചാരങ്ങളും ആണോ നിന്റെ ഭാര്യയുമായുള്ള കുടുംബ ജീവിതത്തിന്റെ തുടക്കം നീ ബർക്കത്തോടെ സ്വീകരിക്കുന്നത്? പിന്നെ എവിടെയാ നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകല്? ഇപ്പൊ ഏകദേശ സ്ഥലങ്ങളിലും പോയാൽ ഉസ്താദെ 6 കൊല്ലായി ഭാര്യന്റെ കൂടെ ജീവിക്കുന്നു, സന്തുഷ്ടമായ ജീവിതമല്ല. പെൺകുട്ടികൾക്ക് പറയാനുള്ളോ ഇത് തന്നെയാണ് അവർക്കും പറയാനുള്ളത്. ഭർത്താവിന്റെ കൂടെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് ഉസ്താദെ, സന്തുഷ്ടമായ ജീവിതമല്ല. എന്തുകൊണ്ട് സന്തുഷ്ടമായ ജീവിതം പോയി? അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഈമാനില്ലാത്തവർക്കൊക്കെ അവിടെ സന്തുഷ്ടമുള്ള ജീവിതം ഉണ്ടല്ലോ, അവരൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ടാ അവിടെ ജീവിക്കുന്നത്. ഓ മൂമിനായ മനുഷ്യ, മൂമിന്റെ നിയമം വേറെയാണ്, മുസ്ലിമിന്റെ നിയമം വേറെയാണ്. അവർക്കാണ് ഇസ്ലാമിന്റെ നിയമം. അതേ സ്ഥാനത്ത് ആ മുസ്ലിമാണോ ഹൈന്ദവ സുഹൃത്തിന് അവന്റെ ആചാരമാകാം, ക്രിസ്ത്യൻ സുഹൃത്തിന് അവന്റെ ആചാരമാകാം, മറ്റു മതക്കാർക്ക് അവരുടെ ആചാരമാകാം. ആചാരത്തിന് അവര് പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പോലും അവർ രണ്ടാമതായി ഒരു നിക്കാഹ് ചെയ്യേണ്ടതില്ല എന്നാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. പറഞ്ഞു മനസ്സിലായോ? മാല ധരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഏതെങ്കിലും മതത്തിൽ ആചാരപരമായി നിക്കാഹിനെ കാണുന്നുണ്ടെങ്കിൽ കഴുത്തിൽ മാലയിട്ട് കൊടുത്താൽ അവന്റെ നിക്കാഹാകും. അങ്ങനെയാണ് ഒരു മതത്തിലെങ്കിൽ അവൻ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ അങ്കയത്തുക ബിന്ദി എന്ന് പറയേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണെങ്കിൽ അന്ന് മാല ഇട്ട് കൊടുത്തത് ഇസ്ലാമിൽ വാല്യൂബിൾ ആണ്. അതേ സ്ഥാനത്ത് മുസ്ലിമേ നിനക്കുള്ള നിയമം അങ്ങനല്ല. മൂമിനായ മനുഷ്യനാണോ അവന്റെ നിയമം വേറെയാണ്. അവൻ നിക്കാഹ് സഹിയാകണമെങ്കിൽ അങ്കയത്തുക ബിന്ദി അവന്റെ വലിയ പറയണം. അവൻ ഖബിൽതു നിക്കാഹ എന്ന് പറയാത്ത കാലത്തോളം, അത് രണ്ട് സാക്ഷികളെ സാക്ഷി നിന്ന് സാക്ഷ്യപ്പെടുത്താത്ത കാലത്തോളം നിക്കാഹ് സഹിയാകുന്നില്ല, വിവാഹമായി തീരുന്നില്ല. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം അനുസരിച്ച് ഇസ്ലാമികമായ കല്യാണം നടക്കണമെങ്കിൽ ഈ നിക്കാഹ് കഴിയാത്തൊരു വിവാഹം ഓ ഉമ്മമാരെ നമ്മളെ മക്കൾക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. ഇപ്പൊ ചില ഉപ്പമാർക്ക് പറയാനുള്ളത്, ഞങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന മക്കളല്ല മുസ്ലിയര്, പിന്നെ എന്തിനാണോ നീ ചെലവിന് കൊടുത്ത് വളർത്തിയത് എന്ന് എനിക്കറിയാത്തത്, എന്തിനാ നീ എത്ര മക്കൾക്ക് പിന്നാലെ നടന്ന് ജീവിച്ചത് എന്ന് എനിക്ക്